ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്, മീൻസ് ഒരുപാട് നന്ദിയുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ആക്ച്വലി നമ്മുടെ ട്രിപ്പിൾ വിൻ നോർക്കയുടെ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരു 500 പോലും ഇല്ല, ഒരു 10-200 പേര് കാണുമെന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ഇപ്പോൾ ഏകദേശം 5K വ്യൂസ് ആയിട്ടുണ്ട്. സോ അത്രയും ആൾക്കാരിലേക്ക് എൻ്റെ വീഡിയോ എത്തി എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം അറിയാത്തവരും കൂടെ അറിയട്ടെ എന്നുള്ള ഉദ്ദേശിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷെ അത് ഇത്രയും പേര് കണ്ടു. അത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ സപ്പോർട്ട് ഞാനതിൽ കണ്ടു. എൻ്റെ അത് തുടർന്നുള്ള വീഡിയോയിലെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിരുന്നു. സോ എനിക്കറിയാൻ മേല എനിക്ക് എങ്ങനെ നിങ്ങളോട് അതിന് എത്രമാത്രം സന്തോഷമുണ്ടെന്ന്. എനിക്കതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി കുറേ കമൻസ് കണ്ടു. ഞാൻ മാക്സിമം എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ഒന്നിനും ഞാൻ അങ്ങനെ തരാതിരുന്നിട്ടില്ല. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്ന ക്വസ്റ്റ്യൻസിനായിരിക്കും മേ ബി ഞാൻ തരാതെ പോയിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഉള്ളതായിരിക്കാം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നെഗറ്റീവ് കമൻസും ഞാൻ കണ്ടിരുന്നു. ഞാൻ കാണാതൊന്നും ഇരുന്നിരുന്നില്ല. എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ നെഗറ്റീവ് ഇട്ടോളൂ. എനിക്കത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇതിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആണ്. അതായത് ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്നും ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ തൊട്ടും പിന്നീടുള്ള തുടർച്ചയുള്ള എല്ലാ വീഡിയോകളിലും ഞാൻ എൻ്റെ കാര്യം ഞാൻ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. അപ്പോൾ എനിക്ക് പറയുന്നതിലൊക്കെ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ഒക്കെ കാണുന്നവർക്ക് ചിലപ്പം തോന്നുമായിരിക്കാം. ചിലപ്പോൾ ഞാൻ പറയുന്ന ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു കുഴപ്പം ഒക്കെ കാണുമായിരിക്കും. ഇനി വരുന്ന വീഡിയോയിൽ കുറച്ചും കൂടെ അത് ബെറ്റർ ആക്കാൻ ഞാൻ നോക്കാം. കാരണം അന്ന് ഞാൻ അത്രയും ആൾക്കാർ കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെയ്ത വീഡിയോ അല്ല. കാരണം ഞാൻ കുറച്ചും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്തൊക്കെ ഞാൻ മീൻസ് ഒന്നും കൂടെ ഒന്ന് സെറ്റായി ഞാൻ വന്നേനെ. അത് ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ടിരുന്ന എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം, എന്തായാലും ഒരു 10-100 പേരെങ്കിലും കാണുമായിരിക്കും. അത്രയും കാണുമെന്ന് പോലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ് അത് ആക്ച്വലി. പക്ഷേ അത് അത്രയും ആൾക്കാരെത്തി, അവരത്രയും പേര് കണ്ടു. അതിൽ നിങ്ങളുടെ ഓരോ ഡൗട്ട്സും നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ വളരെ മീൻസ് എൻ്റെ ഹൃദയത്തിൽ തട്ടി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. എനിക്കതിൽ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും തോന്നിയില്ല. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്തതിലപ്പുറം സപ്പോർട്ടാണ് നിങ്ങൾ ഈ 2-3 ദിവസം മീൻസ് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇനിയും നിങ്ങളെ സപ്പോർട്ട് തരിക തുടർന്നു. പിന്നെ ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ന് April 6th. സോ നമ്മുടെ ട്രിപ്പിൾ വിന്നിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന്. പക്ഷേ ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു സൈറ്റൊക്കെ മീൻസ് ഓഫ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇന്നോട്ട് സൈറ്റ് കിട്ടുന്നില്ല. ഞാൻ രാവിലെ ഒന്ന് ജസ്റ്റ് കയറി നോക്കിയായിരുന്നു, എനിക്ക് സൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഇന്നലെ കൊണ്ട് തന്നെ സൈറ്റൊക്കെ ഓഫായി കാണുമെന്ന് തോന്നുന്നു. എനിക്ക് കുറേ കമൻറ്റ്സ് വന്നു. അപ്പോൾ ആ കമൻറ്റ്സിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും സ്നേഹവും എനിക്ക് വാക്കുകളില്ല. അത്രയ്ക്കും എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പറയുന്നത് മീൻസ് ഞാൻ പറയുന്നത് ഇത്രയും ആൾക്കാർ കേട്ടല്ലോ. ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിക്കോട്ടെ. അത് നിങ്ങളത് കമൻറ്റിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കറിയത്തില്ല അതെങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. സോ ഞാൻ ഇനി എന്തായാലും അത് വലിച്ചു നീട്ടുന്നില്ല. പിന്നെ ഞാൻ കമൻറ്റിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഓൾറെഡി ഇതിനകത്ത് കമൻസിൽ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ചില ഫ്രഷേഴ്സ്, അതായത് നമ്മുടെ BSc ഇപ്പോൾ കഴിഞ്ഞ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പാസ്പോർട്ടും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും മസ്റ്റാണ്. രണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് എന്തായാലും 2-3 മാസം എടുക്കും അവരുടെ രജിസ്ട്രേഷൻ കിട്ടാനായി. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്തവണ ചെയ്യാൻ പറ്റാത്തവർ അതോർത്ത് വിഷമിക്കേണ്ട. നമുക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോൾ അടുത്ത എഡിഷൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോഴും നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ വേറൊരു കമൻറ്റ് കണ്ടിരുന്നു, കേരള രജിസ്ട്രേഷൻ തന്നെ വേണമെന്ന്. അങ്ങനെയില്ല, ഇത് കേരളത്തിലെ നഴ്സുമാർക്ക് നടത്തുന്ന ഒരു പ്രോഗ്രാം എന്നേ ഉള്ളൂ. അല്ലാതെ അതിനുവേണ്ടി കേരള രജിസ്ട്രേഷൻ ഇല്ല. ഇപ്പം കർണാടകയിൽ പഠിച്ച പിള്ളേരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ കർണാടക രജിസ്ട്രേഷൻ ആന്ധ്രയിൽ പഠിച്ചവർക്ക് അവരുടെ അവിടുത്തെ രജിസ്ട്രേഷനൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ആ രജിസ്ട്രേഷൻ തന്നെ മതി. അതിപ്പം കേരളത്തിലേക്ക് മാറ്റിയ പിള്ളേരൊക്കെ കാണുമായിരിക്കും. അങ്ങനെയുള്ള ഇപ്പോൾ ഏതാണ് നമ്മുടെ കയ്യിൽ വാലിഡിറ്റി ആക്റ്റീവ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇപ്പം കർണാടക രജിസ്ട്രേഷൻ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വർഷം വല്ലത് റിന്യൂവൽ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരുവാണെങ്കിൽ വേണമെങ്കിൽ നമുക്കത് കേരളയിലേക്ക് മാറ്റി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നെ നമുക്ക് കർണാടകയിൽ പോയി അതിൻ്റെ പുറകെ ഒന്നും നടക്കണ്ടല്ലോ. കേരളത്തിൽ ആണെങ്കിൽ പിന്നെയും നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഞാൻ എന്തായാലും ഉടനെ തന്നെ കേരള രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യുന്നതെന്നൊരു വീഡിയോ ചെയ്യാം. കാരണം അതെനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ച്. സോ ഞാൻ ആസ് സൂൺ ആസ് നേരത്തെ എത്രയും പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പം അതാണ് എനിക്ക് രജിസ്ട്രേഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് പിന്നുള്ളൊരു കാര്യം, നമുക്ക് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു മെയിലായിരിക്കും നിങ്ങളുടെ ഇൻ്റർവ്യൂ അവർ ഷെഡ്യൂൾ ചെയ്യുന്നത്. അത് നമ്മുടെ സ്ഥലം, അതിനകത്ത് നമ്മൾ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ നോർത്ത് സൈഡ്, അതായത് കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് അങ്ങോട്ടൊക്കെ ഉള്ള സ്ഥലത്ത് അങ്ങോട്ടൊക്കെ അങ്ങോട്ടുള്ള സ്ഥലത്ത് ഉള്ള ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ മേ ബി എറണാകുളം ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം അങ്ങനെയൊക്കെയുള്ള സ്ഥലം ഒക്കെ ഉള്ളവർ, അവർക്ക് മേ ബി ചിലപ്പം കിട്ടാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം ആയിരിക്കും. അപ്പം നമ്മുടെ ലൊക്കേഷനൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂ അവർ ഷെഡ്യൂൾ ചെയ്യുന്നത്. എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് മെയിലായിട്ട് അറിയിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതെല്ലാം മെയിലായിട്ടാണ്. സോ നമ്മൾ മെയിൽ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം. നമ്മുടെ സ്ഥലമൊക്കെ ഏകദേശം എങ്ങോട്ടാണെന്നുള്ളൊരു ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ
ക്ലാസ്സും ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, നമുക്ക് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവോ എന്ന് അങ്ങനെ എന്തൊരു സംതിങ് കണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് തിരുവനന്തപുരമായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, എനിക്ക് ഇതുപോലെ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതുപോലെ കൊച്ചി മതി എന്നുള്ളത്. അപ്പം അന്ന് അവരിങ്ങനെ പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് ആരെങ്കിലും തിരുവനന്തപുരത്തേക്ക് പോകാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ടെലഗ്രാം ഉള്ളതുകൊണ്ട് ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ചേഞ്ച് ചെയ്യാൻ ആൾക്കാരുണ്ടോ എന്നൊക്കെ. അങ്ങനെ എനിക്കൊരു കുട്ടീനെ കിട്ടി. അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്തു കൊച്ചിയിലേക്ക്. അപ്പോൾ നമ്മൾ അവരെ ഇൻഫോം ചെയ്യണം. അപ്പോൾ അവർ നമുക്ക് കൊച്ചിയിലേക്ക് ആക്കി തരും. അപ്പോൾ ഈ റൂളൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ 4th എഡിഷനിലുണ്ടായിരുന്ന ആളെ ഇപ്പോൾ ഇത് 8th എഡിഷൻ ആയി. ഇതിന് ഈ ഒരു ഇടയിൽ തന്നെ കുറേ റൂളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം റൂൾ കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, എക്സാം ഫീസൊക്കെ നമ്മൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞതെന്ന് അവർ വിളിച്ച് ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞു എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. എനിക്കതിനെക്കുറിച്ച് ആക്ച്വലി അറിയില്ല. എനിക്കറിയാവുന്നിടത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് 2 എഡിഷനും അവർ 2 അറ്റംപ്റ്റും അവർ തന്നെ ആയിരുന്നു അവരുടെ എഡിഷൻ അവരുടെ എഡിഷനിൽ ചെയ്തതെന്നാണ്. ഇനിയിപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് മാറ്റിയ റൂളാണോ എന്താണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടാവും. അന്ന് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും, അതായത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. ചിലപ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് നോർക്കക്കാരായിരിക്കും ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് അത്രയും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട. ക്ലാസ് തുടങ്ങുന്നതിന് ഏകദേശം കുറച്ച് ദിവസം മുന്നേ ഒരു മീറ്റിംഗ് നടത്തും. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അവിടെ വെച്ച് നമുക്കൊരു മീറ്റിംഗ് നടത്തും. അന്ന് പോയി നമുക്ക് എല്ലാവരോടും അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അവർ വിശദീകരിച്ച് സംസാരിക്കുന്നതായിരിക്കും. അന്ന് നമുക്ക് നമ്മുടെ ഫാമിലി റിയൂണിയൻ എന്താണ്, നമ്മൾ എന്നത്തേക്ക് പോകും, ഇതിൻ്റെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ചോദിക്കുക. അന്ന് നിങ്ങൾ എക്സാം ഫീസിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുക. എല്ലാ കാര്യങ്ങളും ചോദിച്ച് നിങ്ങൾക്ക് ഉറപ്പായെങ്കിൽ മാത്രം നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ചേരുക. എനിക്ക് അന്ന് തന്നെയാണ് തോന്നുന്നു K1ൻ്റെ പുസ്തകം ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. അന്നാണ് ഞാൻ K1ൻ്റെ പുസ്തകം കിട്ടിയത്. അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. കാരണം ഇനിയും ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് ഇനിയിപ്പം ഇൻ്റർവ്യൂ ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനി ഡൗട്ടോ ചേഞ്ചുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടൊക്കെ കുറേ പേര് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലാരിഫൈ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നവരെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. ചെയ്തിട്ട് ജോയിൻ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. പിന്നെ ഈ ക്ലാസ്സിന് മുന്നേയുള്ള മീറ്റിംഗ് ഇല്ലേ, ആ ദിവസം തന്നെ വേണമെങ്കിൽ നമുക്ക് ആ ലൊക്കേഷനടുത്തുള്ള ഹോസ്റ്റലും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ ഒന്ന് അന്വേഷിക്കാം. ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു, അന്ന് ആ ദിവസം തന്നെയാണെന്ന് അന്വേഷിച്ചത്. പിന്നെ വന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഫോമിൽ പിന്നെയും കയറി നോക്കുമ്പോൾ ഫ്രഷ് ആയിട്ടാണ് കാണുന്നത്. മീൻസ് കൺഫേം മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ ഒരു മെസ്സേജൊക്കെ ഞാൻ കണ്ടിരുന്നു. കുറേ റിപ്പീറ്റഡ് മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു തവണ എല്ലാം കറക്റ്റായി ചെയ്ത് സബ്മിറ്റ് ചെയ്തു, താങ്ക് യു യുവർ റെസ്പോൺസ് എന്ന് അവരൊരു അവിടെ എഴുതി നമ്മൾ സ്ക്രീൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ട. എനിക്ക് മനസ്സിലാവും, ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്ന സമയത്ത് ഞാനും ഇതുപോലെ കയറി നോക്കുമായിരുന്നു. എന്നിട്ട് ഞാനും ഇതുപോലെ അഗെയിൻ ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത്, നമ്മൾ എപ്പോൾ കയറി നോക്കിയാലും അത് ഫ്രഷ് പേജായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ അവിടെ ഫീഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളെ അറിയിക്കുന്നുണ്ട്, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് എന്നെന്തോ പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം അതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പിന്നെയും നോക്കണ്ട. പിന്നെ ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇനി പറയുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഡേറ്റ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്നത് ചിലപ്പം ഇന്ന് തന്നെ എല്ലാവരും ഈ വീഡിയോ കാണണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഈ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. സോ അതുകൊണ്ട് ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ 2 വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നും ആദ്യത്തെ വീഡിയോയിൽ ട്രിപ്പിൾ വിൻ എന്താണെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ എനിക്ക് വന്നൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, ഈ ലാബ് ടെക്നീഷ്യനും പ്രൊഫഷൻ വൈസ് വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച്. ആക്ച്വലി എനിക്ക് അറിയില്ല ഗൈസ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൻ്റെ ഒരു കാൻഡിഡേറ്റ് മാത്രമാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഈ ട്രിപ്പിൾ വിന്നെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അതിനെക്കുറിച്ച് എനിക്ക് അറിയുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് നോർക്കയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ എനിക്ക് പറയാവുന്നുള്ളൊരു കാര്യം വെച്ചാൽ, ഈ നോർക്കയുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അതിനകത്ത് അവർ ഇപ്പോൾ ഉള്ള വേക്കൻസികളൊക്കെ വെച്ചിട്ട് അവർ ആഡ് ഇടാറുണ്ട്. ഈയിടെ തന്നെ ഒരാഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു, ഈ ഒരാഴ്ചയ്ക്ക് ദിവസമായിട്ട് ഞാൻ കണ്ടായിരുന്നു, ജർമ്മനിയിൽ ഇലക്ട്രീഷ്യൻസിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്, ഇലക്ട്രീഷ്യൻസ് ആൾക്കാരെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ആഡ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഏത് സോഷ്യൽ മീഡിയ ആണോ അവിടെ നമ്മൾ നോർക്കയുടെ പേജ് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് കിട്ടും. അതായത് വേണ്ട ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വേക്കൻസിയോ കാര്യങ്ങളോ ഒക്കെ നോർക്ക വഴി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പം ഞാനും ഫസ്റ്റ് ഇതുപോലെയാണ് ചെയ്തത്. ഞാനും ഒരു നോർക്കയുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് അങ്ങനെ കണ്ടാണ് ഞാൻ ഈ ട്രിപ്പിൾ വിന്നെ കുറിച്ച് അറിഞ്ഞതും അപ്ലൈ ചെയ്തതും കിട്ടിയതും ഒക്കെ. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഈ നോർക്കയിൽ കൂടെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ നമുക്കറിയാൻ പറ്റും കുറച്ചും കൂടെ. കമൻസുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം കുറേ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്, അതൊന്നും എനിക്ക് അത്ര അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയറും ചെയ്തിട്ടുണ്ട്. എനിക്കറിയാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഗോയിത്തെ ഇത് ഓൺലൈൻ ക്ലാസ് അല്ല, ഓഫ്ലൈൻ ക്ലാസ് ആണ്. പിന്നെ എനിക്കൊന്നു, ഞാൻ കൊച്ചി ഗോയിത്തയിലാണ് പഠിച്ചത്. അവിടെ 2 ബാച്ചായിട്ടായിരുന്നു, ഒന്ന് മോർണിംഗ് ബാച്ചും ഒന്ന് ഈവനിംഗ് ബാച്ചും ആയിട്ടാണ് നടത്തിയത്. ഞാൻ മോർണിംഗ് ബാച്ച് സംബന്ധിച്ച് എനിക്ക് ഗോയിത്ത് കൊച്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ അങ്ങനെ മോശമായിട്ടൊരു അഭിപ്രായമൊന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഇപ്പം തന്നെ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട് വീഡിയോ, അതുകൊണ്ടാണ്. ഇതൊക്കെ തന്നെ ഉള്ളൂ.
ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമുക്കിപ്പോൾ ഏതാണോ വാലിഡിറ്റി ആയിട്ടുള്ളത് അതാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇത് നമുക്ക് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള സാലറിയും കാര്യങ്ങളും ഒക്കെ ഇത് ട്രിപ്പിൾ വിൻ പറയുന്ന ഒരു എമൗണ്ടാണ് ഈ 2300 യൂറോ. അതിനുള്ളിൽ ഏകദേശം നിൽക്കുമെന്നുള്ളതെന്ന് ഇവർ പറയുന്ന ഒരു എമൗണ്ടാണ്. ഇപ്പം നമുക്ക് എത്രയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് അത് നമ്മളുടെ എംപ്ലോയറാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ ഓരോരോ സാലറിയാണ്. ഏകദേശം ഈ ഒരു തുകയിൽ ആയിരിക്കും നമ്മുടെ സാലറി നമുക്കുണ്ടാകുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ B1 കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നത് അസിസ്റ്റൻറ്റ് നേഴ്സായിട്ടാണ്. പിന്നെ ഇതിനകത്ത് B2 പഠിച്ച് പാസ്സായ പിള്ളേർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം അങ്ങനെയുള്ളവർക്കും ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും വരുന്ന ട്രിപ്പിൾ വിന്നിൽ അത് യൂസ് ആയിക്കോട്ടെ എന്നും കൂടെ ഓർത്താണ് ഞാൻ പറയുന്നത്. പിന്നെ നേരത്തെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവർക്കൊക്കെ പിന്നെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ പ്രിഫറൻസും കൂടുതലാണ്. പിന്നെ ഉള്ള കമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ മെയിൽ വഴിയായിരിക്കും അറിയിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഇത്രയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി ഞാൻ പറഞ്ഞതിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമോ എന്തെങ്കിലുമൊക്കെ എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബാഡായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാനിതിൻ്റെ ഞാൻ ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു ആദ്യത്തെ എന്താ പറയുക, എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ അപ്പം ഞാൻ പറയുന്നതിലൊക്കെ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പം ഇച്ചിരി ഞാൻ പറയുന്നതിനെ തന്നെയും പിന്നെയും പറയുന്ന ഒരു ഇതൊക്കെ വരുമായിരിക്കും. പിന്നീടുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് ശരിയാക്കാം. പിന്നെ ഞാൻ ഇനി ഒരു ചെറിയ പ്ലാൻ ഉണ്ട്, ഞാൻ എങ്ങനെയാണ് ഈ ലാംഗ്വേജ് പഠിച്ചെടുത്തത് എന്നൊക്കെ ഉള്ളത്. കാരണം ഇത് പഠിക്കാൻ പാടല്ലേ എന്നുള്ളൊരു കമൻറ്റൊക്കെ ഞാൻ കണ്ടിരുന്നു. പഠിക്കാൻ പാടാണോയെന്ന് ചോദിച്ചാൽ ഇച്ചിരി പാടാണ്. എന്നാൽ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പവുമാണ്. നമുക്കൊരു ആഗ്രഹം തോന്നി പഠിക്കാൻ കയറി കഴിഞ്ഞാൽ പറ്റും. കാരണം ഞാനൊക്കെ A1-ലൊക്കെ എനിക്കറിയാൻ മേല ഞാൻ എങ്ങനെ ഇപ്പം B1 ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാൻ മേല. എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇത് കരഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുക, അതായിരിക്കും ബെറ്റർ. പിന്നെ ഞാനിതിന് പഠിക്കാൻ ഉപയോഗിച്ച രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പുറകെ ഞാൻ വീഡിയോസിൽ പറയാം. പിന്നെ എൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാമെന്ന് പറയും. പക്ഷെ എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് ബാക്കൗട്ടായിപ്പോയെന്ന് വരും. എനിവേ, എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് സെലക്ഷനൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും നിങ്ങളിപ്പോൾ ഡിയോലിംഗോ എന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ ഉണ്ട്. ആ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ചുമ്മാ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ആൽഫബറ്റ്സും നമ്പേഴ്സും ഗ്രീറ്റിങ്സും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യേണ്ടത്, ആൽഫബറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലാസ്സിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് പഠിക്കേണ്ട. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ യൂട്യൂബിലൊക്കെ കയറി വീഡിയോസൊക്കെ കാണുക. ചുമ്മാ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും കാണണ്ട. ചുമ്മാ എന്താണ് ഈ ജർമ്മൻ ലാംഗ്വേജ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, ഇത് വർക്ക് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം നമുക്ക് ഇപ്പം മോർണിംഗ് ബാച്ച് ഉണ്ട്, ഈവനിങ് ബാച്ച് ഉണ്ട്. 2 ബാച്ചായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. അപ്പം അതൊക്കെ എങ്ങനെയാണെന്ന് ഇവർ തന്നെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്, അല്ലാതെ നമ്മളല്ല. നമുക്ക് മോർണിംഗ് വേണം, നമുക്ക് ഈവനിങ് അങ്ങനെയല്ല പറയുന്നത്. പിന്നെ അങ്ങനെ അവരാണ് അതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പം ഈ ക്ലാസ് ഉള്ള സമയത്ത് നമുക്ക് ഡ്യൂട്ടിക്ക് പോയി ചെയ്യാൻ പറ്റുമെന്ന് നടക്കുന്ന കാര്യമായിരിക്കത്തില്ല. കാരണം രാവിലെ 8:45 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മോർണിംഗ് ക്ലാസ്. അതിന് ഉച്ചയ്ക്ക് 1:30 തൊട്ട് കറക്റ്റ് എനിക്കറിയില്ല, എനിക്ക് 4-5 മണി വരെയാണ് എന്തോ ക്ലാസ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഡ്യൂട്ടിയും കൂടെ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഒരു കമൻറ്റ് ഞാനത് ഓർത്തുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്.
സോ എനിവേ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും ഇപ്പം എനിക്കറിയാം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് കുറേ പേര്. അപ്പം നിങ്ങൾ എന്തായാലും ഇനിയും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജേർണിയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഇത് ബയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ മെയിൽ ID. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്താൽ മതി. എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ ഗോയിത്ത അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് തരുന്നത്, A1 തൊട്ട് B1 വരെ ഉള്ളത്. ഓക്കെ. അപ്പം പിന്നെ ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഓക്കെ, ഈ ഇൻ്റർവ്യൂ നമ്മുടെ സെലക്ഷൻ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് സംസാരിക്കുക. അവർ ചോദിക്കുന്നതിന് പ്ലസൻ്റ് ആയിട്ട് അറിയാവുന്ന പോലെയൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുക. അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷിലാണ് കേട്ടോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, സംസാരിക്കുക. പിന്നെ ഇനിയിപ്പോൾ എംപ്ലോയർ ഇൻ്റർവ്യൂ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം, ഹെൽപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇതിനിപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് അവരായിട്ടൊന്ന് കാഷ്വൽ ടോക്ക് ആയിരുന്നു ഞാൻ എൻ്റെ മീൻസ് പുള്ളിക്കാരിയായിട്ട് ചെയ്തത്, എന്നെ ഇൻ്റർവ്യൂ ചെയ്ത അവരുമായിട്ട് ഞാൻ ചെയ്തത്. അപ്പം ഇതിലെനിക്കപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയില്ല. പ്ലസൻ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ നന്നായിട്ട് എല്ലാ കാര്യം അവർ ചോദിക്കുന്നതിലെല്ലാം പ്ലസൻ്റ് ആയിട്ട് സംസാരിക്കുക, അത്രയേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. േ ഉള്ളൂ. ഞാനൊന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട് എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വല്ലതും ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പം ഇത്രയേ ഉള്ളൂ. എനിവേ എല്ലാവർക്കും എൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അങ്ങനെ ഒരുമിച്ച് നമുക്ക് മുന്നേറാം. ഒരു ട്രിപ്പിൾ വിൻ പദ്ധതിയിലൂടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ചിലപ്പം നമുക്ക് ജർമ്മനി വെച്ച് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട ആരെങ്കിലുമൊക്കെ നമുക്ക് കണ്ടുമുട്ടാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചുസ്.